കിഷ്കിന്ധ കാണ്ഡം ആ ടീം തന്നെയാണ് എക്കോ എടുത്തത്. കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ മേലെ പോവും എന്ന് വിചാരിച്ചതാണ് ഇതിൻ്റെ കളക്ഷൻ. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഗംഭീര കളക്ഷൻ നടന്നു. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ തുടങ്ങിയോടുകൂടി തിയേറ്ററിലൊന്നും ആളില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം പടം വീണു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എന്താണ്, റിപ്പീറ്റേഷൻ ഓഡിയൻസിനെ കിട്ടുന്നില്ല, ഫാമിലി ഓഡിയൻസിനെ കിട്ടുന്നില്ല, യൂത്ത് വിങ്ങിനെ കിട്ടുന്നില്ല. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ ക്ലാസ് പടത്തിൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ളൂ. പിന്നെ കുറേ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിന് കയറി പടമൊന്നും മനസ്സിലായില്ല, അവസാനമൊന്നും മനസ്സിലായില്ല, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലായില്ല. ഇതൊക്കെ വലിയ നെഗറ്റീവായിട്ട് മാറി. അതോടുകൂടി എന്തുണ്ടായി, കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ മേലെ കളക്ഷൻ പോവും എന്ന് കരുതിയ എക്കോ രണ്ടാമത്തെ ആഴ്ച ഇപ്പോൾ വീണു. തിയേറ്ററിൽ പടം കാണാൻ ആളില്ല. 75% പ്രേക്ഷകരും എക്കോനെ കൈവിട്ടു. അതാണ് സ്ഥിതി. നമ്മുടെ മലയാളത്തിലൊക്കെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫൈറ്റ് ഉണ്ടായിരിക്കണം, കോമഡി ഉണ്ടായിരിക്കണം, സ്റ്റോറി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ത്രില്ലിങ് ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു അവാർഡ് പടം പോലെ ഒരു ക്ലാസ് പടം ഇറക്കി കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ ഈ ക്ലാസ് പടം കാണുന്ന പ്രേക്ഷകരുള്ളൂ. അവരെ കിട്ടിയോണ്ട് മാത്രം ഒരു പടം ബമ്പർ സൂപ്പർ ഹിറ്റാക്കാൻ കഴിയില്ല. അതാണ് എക്കോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി. പടത്തിനെ കുറിച്ച് ഗംഭീര അഭിപ്രായമുണ്ട്, തിയേറ്ററിൽ ആളില്ല. ആ സ്ഥിതിവിശേഷത്തിലേക്ക് എക്കോ മാറി. അതുപോലെ തന്നെ 20 കോടി രൂപയാണ് ആദ്യത്തെ ആഴ്ചയിലത്തെ കളക്ഷൻ. ഇത് 100 കോടി പ്രതീക്ഷിച്ചതാണ് നമ്മുടെ അതിൻ്റെ പ്രൊഡ്യൂസർമാർ. ഇതിൻ്റെ പോക്ക് കണ്ടപ്പോൾ, ഇതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ, ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ, അപ്പോൾ അതുപോലെ തന്നെ ബുക്കിംഗ് കണ്ടപ്പോൾ എല്ലാം കൂടി തകടം മറിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് ദേ കിടക്കണ വെള്ളിപ്പഞ്ചാലിൽ. ഇത്തരം പടങ്ങൾ എടുക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം പടം എടുക്കരുത്. കേരളത്തിലെ ഒരു 75% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പടങ്ങൾ എടുത്തു നോക്കിയേ. പടം ഒരാഴ്ച, അതിൻ്റെ മേളിൽ രണ്ടാമത്തെ ആഴ്ച അതിനേലും മേലെ കളക്ഷൻ വരും. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഓഡിയൻസ് വരും. റിപ്പീറ്റേഷൻ ഓഡിയൻസ് വരാണ്ടും ഫാമിലികൾ ഏറ്റെടുക്കാണ്ടും ഒരു പടം വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എക്കോ.